ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരേയൊരു റോക്ക് സ്റ്റാർ, പൊളിറ്റിക്കൽ റോക്ക് സ്റ്റാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം ജന്മദിനമാണിന്ന്. നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരിക എന്താണോ അദ്ദേഹം വിഭാവനം ചെയ്യുന്നത് അത് നടപ്പിലാക്കുന്ന ഒരു പ്രധാനമന്ത്രി. കാരണം അത്രയ്ക്കും ക്രെഡിബിലിറ്റിയാണ് മോദിക്ക് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്ത് കൊണ്ടുവരാൻ സാധിച്ചത്. പ്രധാനമന്ത്രി പദം എന്നുള്ള ആ ഒരു പദവിയുടെ മഹത്വം വിളിച്ചോതുന്ന തീരുമാനങ്ങളായിരുന്നു നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം നമുക്കറിയാം 2014 സാഹചര്യം വളരെ മോശമായിരുന്നു. കാരണം 10 വർഷം മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിച്ചു. ഒരു പാവ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിലുള്ളൊരു ഇമേജാണ് അദ്ദേഹം സൃഷ്ടിച്ചത്. സോണിയാഗാന്ധി ആയിരുന്നു സൂപ്പർ പ്രധാനമന്ത്രി. സ്വാഭാവികമായിട്ട് ആഗോള വേദികളിലെല്ലാം പോകുമ്പോൾ വളരെ പിന്നിൽ നിന്ന് നാണിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഒളിച്ചു നിൽക്കുന്ന ഒരു മൻമോഹൻ സിംഗിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ നരേറ്റീവ് പൂർണ്ണമായും മാറ്റി എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വിദേശ സന്ദർശനങ്ങളൊക്കെ ആദ്യം വലിയ വിമർശനങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്നു. പക്ഷേ പിന്നീട് അത് ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് അതെല്ലാവരും വാഴ്ത്തി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം യുദ്ധഭൂമിയിൽ എവിടെയെങ്കിലും അതിപ്പോൾ ശത്രു രാജ്യത്താണെങ്കിൽ പോലും ഒരു ഇന്ത്യൻ അവിടെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ അല്ലെങ്കിൽ അവളെ തിരികെ കൊണ്ടുവരാൻ പെട്ടെന്ന് തന്നെ തിരികെ കൊണ്ടുവരാൻ നമ്മുടെ സർക്കാരിന് സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ആഗോളതലത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു ഇമ്പാക്റ്റാണ്. കാരണം ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും വെസ്റ്റേൺ വേൾഡിലാണെങ്കിലും അദ്ദേഹം ഇപ്പം അനുഭവിക്കുന്ന ഒരു സ്വീകാര്യത അല്ല അദ്ദേഹം ആസ്വദിക്കുന്ന ഒരു സ്വീകാര്യത അത് അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് തന്നെയാണ്. കാരണം ആസ് എ ഡിപ്ലോമാറ്റ് എന്നുള്ള രീതിയിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കാൻ പറ്റുന്ന ഒരു പ്രധാനമന്ത്രി തന്നെയാണ് നരേന്ദ്രമോദി. അദ്ദേഹം ഇപ്പം റീസെൻ്റായിട്ട് അത് നമുക്ക് കാണിച്ചു തന്നു. കാരണം അമേരിക്ക വിരട്ടിപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ നിലപാട് മാറ്റി ചൈനയും കൂടി കൂട്ടിച്ചേർത്ത് റഷ്യക്കൊപ്പം അദ്ദേഹം ആഗോള വേദികളിൽ ഷോ ഓഫ് സ്ട്രെങ്ത് കാണിച്ചു. എന്താണ് ഇന്ത്യ, കാരണം ഞങ്ങൾ ആർക്കും മുമ്പിലും മുട്ടുമടക്കാൻ തയ്യാറല്ല, അമേരിക്കയുടെ വിരട്ടലൊന്നും ഇവിടെ വില പോവില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു ഷോ ഓഫ് കൂടിയായിരുന്നു നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതാണ് പറയുന്നത്, അദ്ദേഹം എന്താണോ വിഭാവനം ചെയ്യുന്നത് അത് നടപ്പാക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. ജോ കഹ വോ കിയ, അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം എന്താണോ ട്വീറ്റ് ചെയ്യുന്നത് അത് ട്രെൻഡിങ് ആയിട്ട് മാറും. അദ്ദേഹം എന്താണോ റീലായിട്ട് ചെയ്യുന്നത് അത് വൈറലായിട്ട് മാറും. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന സ്ലോഗനുകൾ ഹാഷ്ടാഗുകളായിട്ട് മാറും. കാരണം ഇന്ത്യയിൽ വേറൊരു റോക്ക് സ്റ്റാർ വേണ്ട, അല്ലെങ്കിൽ വേറൊരു സെലിബ്രിറ്റി വേണ്ട, അത് തന്നെയാണ് നരേന്ദ്രമോദി. കാരണം നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ ഒരു മൾട്ടി ഫെസറ്റഡ് ആയുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. കാരണം അദ്ദേഹം വികസന നായകൻ എന്നുള്ള ഒരു ഇമേജ് അദ്ദേഹത്തിനുണ്ട്. അതുകൂടാതെ ഇന്ത്യയെ വിശ്വഗുരുവായിട്ട് മാറ്റിയെടുക്കുന്നതിൽ നിർണായക സംഭാവനകൾ നൽകിയ ഒരു ആഗോള നേതാവ് എന്നുള്ള ഒരു ഇമേജ് കൂടി അദ്ദേഹത്തിന് വാർത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ, അതായത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഇത്ര മികവുള്ള ഒരു പ്രധാനമന്ത്രി വേറെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ജനങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വികസന പദ്ധതികൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. കാരണം സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ ഉണ്ടാക്കിയൊരു മാറ്റം ഇന്ത്യയിൽ വലിയ തോതിൽ തന്നെയാണ്. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്കൊക്കെ ലഭിച്ച ആ ഒരു സാമൂഹ്യ ക്ഷേമ പദ്ധതികളുടെ ഗുണം അത് വലിയ അളവിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അത് വോട്ടായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഉത്തർപ്രദേശിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും അവിടെയെല്ലാം ഈ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ, മോദിയുടെ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്. പിന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ ഒരു കുതിച്ചുചാട്ടം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം, മിസോറാമിൽ ഇപ്പം റെയിൽവേ ലൈൻ വന്നിരിക്കുന്നു, മിസോറാമിൽ തീവണ്ടി എത്തിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും പ്രധാനമന്ത്രിമാരുണ്ടായിട്ടും മിസോറാം പോലുള്ള ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനത്ത് ട്രെയിൻ എന്താണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതിനൊരു മാറ്റം കൊണ്ടുവരാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിരിക്കുന്നു. നോർത്ത് ഈസ്റ്റിനെ എങ്ങനെ ഇന്ത്യയുമായിട്ട് കൂടുതൽ കോർത്തിണക്കാൻ സാധിക്കുന്നു അത് വികസനം വഴിയാണ്. അതുവഴി ഒരു പ്രത്യേക പദ്ധതി തന്നെ അദ്ദേഹം തയ്യാറാക്കി, അല്ലെങ്കിൽ ഒരു വിഷൻ അദ്ദേഹം തയ്യാറാക്കി എന്നുള്ളതാണ്. കാരണം ഇന്ന് നോർത്ത് ഈസ്റ്റിൽ ഇൻസർജൻസി എത്രയോ കുറഞ്ഞിരിക്കുന്നു. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് എന്നും ഇൻസർജൻസി ഇഷ്യൂസ് ഉണ്ടായിരുന്നു, എന്നും വിഘടനവാദികളുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എത്രയോ 10 മടങ്ങ് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ വികസനമെത്തി, മികച്ച റോഡുകളെത്തി, വെള്ളമെത്തി, കുടിവെള്ളമെത്തി, ശുദ്ധജലമെത്തി, അതുകൂടാതെ വൈദ്യുതി വന്നു, അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ കുതിപ്പ് സംഭവിച്ചു. അപ്പോൾ ജനങ്ങളെ വികസനത്തിൽ പങ്കാളികളാക്കി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷൻ. അപ്പോൾ മോദി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു 50-55 വർഷത്തെ അനുഭവ പരിചയം, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പൊതുപ്രവർത്തന രംഗത്തെ അനുഭവ പരിചയം, അതാണ് നരേന്ദ്രമോദിയുടെ ഒരു ഹൈലൈറ്റ്. RSS പ്രചാരകനായിട്ട് തുടങ്ങുന്നു, അതിനുശേഷം അദ്ദേഹം BJPയിൽ എത്തുന്നു, BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പദത്തിൽ വരെ എത്തുന്നു. അതിനുശേഷം ഗുജറാത്ത് മുഖ്യമന്ത്രിയാവുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അധികം വൈകാതെ തന്നെ ഒരു ഗുജറാത്ത് മാതൃക കൊണ്ടുവരാൻ സാധിക്കുന്നു. അത് ലോകം മുഴുവൻ വാഴ്ത്തപ്പെടുന്നു. അങ്ങനെയുള്ള ചേഞ്ചിൽ നിന്നാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരുന്നത്. 2014 അദ്ദേഹം പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് അത് തൊട്ടറിയാൻ സാധിച്ചു. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി, അതായത് ഒരു മോഡേൺ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി എങ്ങനെയായിരിക്കണം, ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന, ജനങ്ങളുടെ
ജനങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നേതാവായിട്ട് പെട്ടെന്ന് തന്നെ നരേന്ദ്രമോദി മാറി എന്നുള്ളത്. കാരണം വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു മോദി വരുമ്പോൾ. കാരണം മോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ വലിയൊരു ഹൈപ്പ് അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു വികസന നായകൻ എന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കിയിരുന്നു. അത് സത്യമായിരുന്നു, ഹൈപ്പല്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും ആ ഹൈപ്പ് എന്ന് പറയുന്ന സോ കോൾഡ് വേർഡിനെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ ഒരു മൾട്ടി ഫെസറ്റഡ് ആയിട്ടുള്ള ഒരു വികസന നായകൻ അല്ലെങ്കിൽ ഒരു ലോക നേതാവ് എന്നുള്ളൊരു ഇമേജ് മോദിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം ഇന്നിപ്പോൾ വിമർശകർ പോലും സമ്മതിക്കുന്ന കാര്യം, രഹസ്യമായി സമ്മതിക്കുന്ന ഒരു കാര്യമാണ് നരേന്ദ്രമോദിയുടെ ഒരു പ്രഭാവം. ഇന്ത്യയിൽ ഇത്രത്തോളം സ്വീകാര്യതയുള്ള ഒരു നേതാവ് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. അതിപ്പം യുവജനങ്ങളാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, കാരണം ഇപ്പം തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്, പ്രധാനമന്ത്രി ആണെങ്കിൽ പോലും ഓരോ സംസ്ഥാനങ്ങളിലും വ്യക്തമായ ഇമ്പാക്റ്റ് ഇലക്ഷനുകളിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു നേതാവ് കൂടിയാണ് നരേന്ദ്രമോദി. മറ്റൊരു നേതാവ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടാണ് പ്രധാനമന്ത്രിയായത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ച തന്നെ അങ്ങനെയായിരുന്നു. അതായത് അദ്ദേഹം ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്, നമുക്കറിയാം. കാരണം അദ്ദേഹം വന്നത് തന്നെ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് ആദ്യമായിട്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ലോക്സഭയിലേക്കുള്ള അംഗത്തിൽ തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയാവുന്നു. അപ്പോൾ അതാണ് മോദിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ്. അപ്പം അദ്ദേഹത്തിന് ഓരോ സംസ്ഥാനങ്ങളും വ്യക്തമായ ആധിപത്യം പുലർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഓരോ സംസ്ഥാനങ്ങളും നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം മോദി നടത്തുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട്, ഒരു വേൾഡ് വിൻഡ് ക്യാമ്പയിൻ എന്നൊക്കെ നമുക്ക് പറയാം. അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്, ഒരു 3 മുതൽ 5% വോട്ട് വരെ സ്വിങ് ചെയ്യിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി നരേന്ദ്രമോദിക്കുണ്ട്. മറ്റൊരു സവിശേഷതയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി ഫാക്ടർ കാരണം BJPക്ക് ഇൻക്രിമെൻ്റലായി ലഭിക്കുന്ന വോട്ടുകൾ അത് ഓരോ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം സാധാരണഗതിയിൽ BJPക്ക് പരമ്പരാഗതമായി BJPക്കും RSS അനുഭാവം മൂലം ലഭിക്കുന്ന ആ ഒരു വോട്ടുകളുണ്ടല്ലോ, അതിലുപരിയായിട്ട് വലിയ തോതിലുള്ള വോട്ട് ആകർഷിക്കാൻ പറ്റുന്ന ഒരു നേതാവാണ് നരേന്ദ്രമോദി. കാരണം അദ്ദേഹം വന്നതിന് ശേഷം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. കാരണം ഒരു 50-60 സീറ്റെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രഭാവം കൊണ്ട് BJPക്ക് കൂടുതലായിട്ട് ഓരോ തെരഞ്ഞെടുപ്പുകളിലും ലഭിച്ചിട്ടുണ്ട്. അത് മോദിയുടെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ തന്നെയാണ്. കാരണം മോദിക്ക് മാത്രം സാധ്യമാകുന്ന ഒരു സംഭവം കൂടിയാണിത്. കാരണം പല നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നമുക്കറിയാം. കാരണം ഇപ്പോൾ ഡൽഹിയിലൊക്കെ ആം ആദ്മി പാർട്ടി തൂത്തുവാരിയ തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 6 മാസങ്ങൾക്കകം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. ജാർഖണ്ഡിൽ നമുക്കത് കാണാൻ സാധിച്ചു. അതുകൂടാതെ ബംഗാളിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം BJP കാഴ്ചവെക്കുന്നു. നിയമസഭ വരുമ്പോൾ ആ ഒരു പെർഫോമൻസ് അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനർത്ഥം കേന്ദ്രത്തിൽ നരേന്ദ്രമോദി വരണം അല്ലെങ്കിൽ നരേന്ദ്രമോദി ആവശ്യമാണെന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. കാരണം മോദി കേന്ദ്രത്തിലുണ്ടെങ്കിൽ രാജ്യസുരക്ഷയുടെ കാര്യത്തിലാണെങ്കിൽ വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് ആ ഒരു വിശ്വാസമുണ്ട്. അത് തന്നെയാണ് നരേന്ദ്രമോദിയെ മറ്റ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. 75ാം പിറന്നാൾ ആഘോഷിക്കുന്ന കർമ്മയോഗിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യുഗപ്രഭാവന് നമുക്ക് ആശംസകൾ നേരാം.